കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് വന്ന ഒരു വാർത്ത നമ്മളെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. 4 പേരാണ് ആത്മഹത്യ ചെയ്തത്. അച്ഛനും 2 മക്കളും ആ അച്ഛൻ്റെ അമ്മയും. കൂട്ട ആത്മഹത്യയ്ക്ക് പിന്നിൽ കുടുംബ പ്രശ്നമെന്നാണ് നിഗമനം. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം മുതിർന്നവർ ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയം. മുറിയിൽ നിന്ന് കീടനാശിനിയും കുപ്പിയിൽ പാലും കണ്ടെത്തിയിട്ടുണ്ട്. പാലിൽ കീടനാശിനി കലർത്തി കുട്ടികൾക്ക് നൽകിയെന്നാണ് സംശയം. കലാധരൻ വിവാഹമോചനം നേടിയിരുന്നു. വിവാഹമോചനത്തിനു ശേഷം കുട്ടികളെ അമ്മയോടൊപ്പം വിടാൻ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ആത്മഹത്യ. കലാധരന്റെയും അമ്മയുടെയും 2 മക്കളുടെയും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥലത്ത് അഭിജിത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. പക്ഷേ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല അഭിജിത്ത്. വാർത്ത നമ്മളെ വല്ലാതെ നടുക്കിയിരിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളടക്കം 4 പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്താണ് നാട്ടുകാർ പറയുന്നത്? കുറച്ച് നാളായിട്ട് ഈ വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നോ? കുടുംബ പ്രശ്നങ്ങൾ? അരുൺ, വലിയ ഞെട്ടലിലാണ് ഈ നാട്. നമ്മളിപ്പോൾ ഉള്ളത് ഈ സംഭവം നടന്ന വീട്ടിലാണ്. നമുക്ക് പുറകിൽ കാണുന്ന വീടിൻ്റെ മുകളിലെ നിലയിലാണ് 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കലാധരൻ, അമ്മയായ ഉഷ, കലാധരൻ്റെ 2 മക്കൾ ഹിമ, കണ്ണൻ, അങ്ങനെ 5ഉം 2ഉം വയസ്സും മാത്രം പ്രായമുള്ള 2 കുഞ്ഞുങ്ങളെ. അങ്ങനെയാണ് ഈ 4 പേരെയും ഈ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കലാധരൻ്റെ അച്ഛനായ ഉണ്ണികൃഷ്ണനാണ് ഈ സംഭവം കാണുന്നതും പിന്നീട് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തത്. ഈ മുറിയിൽ നിന്ന് കീടനാശിനിയുടെ ഒരു കുപ്പിയും പാലിൻ്റെ ഒരു കുപ്പിയും പോലീസിന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഈ കീടനാശിനി കൊടുത്ത് അവർക്ക് വിഷം കൊടുത്ത ശേഷം മറ്റു 2 പേരും, മുതിർന്ന 2 പേരും ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. ഇവിടെ നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്കൊപ്പം കലാധരൻ്റെ ഒരു ബന്ധു ചേരുന്നുണ്ട്. അമ്മയുടെ ഇങ്ങനെ ഈ സംഭവം കണ്ടതാരാ? ഉണ്ണികൃഷ്ണനാണ് ആദ്യം കണ്ടത്. ഞങ്ങൾ ഉച്ചവരെ കുട്ടികൾ, രാവിലെ മുതൽ കുട്ടികൾ ഇനിയുണ്ട്. ഞാൻ കാവലിയാട് ക്ഷേത്രത്തിൻ്റെ ഒരു ഭാരവാഹിയാണ്. ഞാൻ ക്ഷേത്രത്തിലായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ അവിടെ ചെറിയ കളത്തിൻ്റെ പണിയെല്ലാം അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് അപ്പുറക്കുള്ള കുട്ടികളുണ്ട്. ചെറിയ കുട്ടി എൻ്റെ അടുത്ത് വന്നു. 2 കുട്ടികളും പുറം വന്ന് കളിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാരണം ആ സമയത്ത് കാണുന്നില്ല. എന്താണെന്ന് കാണുന്നില്ല. അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. കേസ് കോടതിയിലുണ്ട്. കലാധരൻ്റെ ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. കേസ് കോടതിയിലുണ്ട്. അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ നടന്നിട്ടുള്ള സംഭവത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഇവർ പീഡനം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ കേസ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കുട്ടിക്ക്, ഈ കലാധരൻ്റെ ഭാര്യ എന്ന് പറയുന്ന കുട്ടിക്ക് ശരിക്കും മാനസിക വൈകല്യം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നെപ്പോലുള്ള ആൾക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത് മുട്ടിയിട്ടാണല്ലോ. ഇവിടുന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഓടി വന്ന എപ്പോഴും വളരെ സങ്കടപ്പെടുന്ന കാര്യമാണ്. എന്താണ് അവിടെ സംഭവിച്ചത് നമുക്കറിയില്ല. വിവാഹമോചനം നേടിയതാണ് ആ കുട്ടികളുടെ അമ്മ. ആ കുട്ടി സ്വാഭാവികമായും 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ സംരക്ഷണം അമ്മയിലേക്കാണ് പോവുക. കുട്ടികളെ അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, അല്ലേ അഭിജിത്ത്? കോടതി വിധി അമ്മയ്ക്കൊപ്പം കുട്ടികളെ കൊടുക്കണം എന്നുള്ള വിധി വന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം മിഞ്ഞാന്ന് ഇവൻ പോയി എന്നോട് പറഞ്ഞിരുന്നു. അമ്മ വീണ്ടും അവൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കേസ്, നമ്മളെ പറ്റുന്നവരെല്ലാം പേരിൽ കേസ് ഇങ്ങനെ ഈ വീട്ടിലുള്ള ആളുകളെ ഇങ്ങനെ കേസ് കൊടുത്തിട്ട് പലതരത്തിൽ. മനസ്സിലായി അഭിജിത്ത്. ഇതാണ് മാനസിക പ്രശ്നം കലാധരനുണ്ട്. ഉണ്ട് മാനസിക പ്രശ്നമുണ്ട്. മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ, മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളില്ലാതെ കലാധരനെ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവരും. കലാധരൻ ആ അർത്ഥത്തിൽ വളരെ പൊസസീവ് ആയിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെ ആയതൊന്നും നമുക്കറിയില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ എന്താണെങ്കിലും 2 കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു അല്ലേ? ആ കുഞ്ഞുങ്ങൾക്ക് പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് അമ്മയുടെ ഒപ്പം വിട്ടിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഈ സമാധാനത്തോടെ ജീവിക്കുമായിരുന്നല്ലോ. നമ്മളെപ്പോഴും നമ്മളിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നവരെ കൂടി, അല്ലെങ്കിൽ അടർന്നു മാറാൻ ശ്രമിക്കുന്നവരെ കൂടി ഇല്ലാതാക്കിക്കൊണ്ട് സ്വയം ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്ത് പ്രയോജനം?